അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പരിഹസിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. തിരൂരങ്ങാടി സീറ്റിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചവരൊക്കെ രാത്രി വന്ന് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് കരഞ്ഞിട്ടാണ് പോയതെന്ന് PMA സലാം മീഡിയ വണിനോട് പറഞ്ഞു. സ്ഥാനാർത്ഥിയെക്കുറിച്ച് തിരൂരങ്ങാടിയിലെ ഒരു UDF പ്രവർത്തകനും പരാതിയില്ലെന്നും PMA സലാം പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഈ തിരൂരങ്ങാടി ചെറിയ പ്രശ്നങ്ങളൊക്കെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഒരു പ്രശ്നമില്ല, ആരുമായി ബന്ധപ്പെട്ടില്ല. തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിലെ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനോ കോൺഗ്രസ് പ്രവർത്തകനോ UDF പ്രവർത്തകനോ ഈ സ്ഥാനാർത്ഥിക്ക് വിട്ടു നിൽക്കുന്ന പ്രശ്നമില്ല. ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഒരു പ്രശ്നവും ആരുണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കാൻ ശ്രമിച്ചവരൊക്കെ രാത്രിയിൽ വന്ന് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് കരഞ്ഞു പോയാണ്. യൂനസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. യൂനസ്, അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ അത്തരത്തിലുള്ള ഒരു ചോദ്യത്തിനാണ് ഈ മറുപടി ഉണ്ടായിരിക്കുന്നത്. ജിൽസി, അത് തന്നെയാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വലിയ പ്രതിസന്ധി മുസ്ലിം ലീഗിനുണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഒരു പുലർച്ചെ ഒരു പോസ്റ്റ് ഇട്ടത്. PMS സമീറിനെതിരെ തിരൂരങ്ങാടിയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ രൂക്ഷമായ വിമർശനമുയർത്തി. അതൊരു പേയ്മെന്റ് സീറ്റ് എന്ന നിലയ്ക്ക്, അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ നോമിനെയാണ് ഈ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കായിരുന്നു ആ പോസ്റ്റ് ഉണ്ടായത്. രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമുയർത്തി. അതിന് പിന്നാലെ അദ്ദേഹവുമായി CPM നേതൃത്വം ബന്ധപ്പെട്ടു. അതോടൊപ്പം തന്നെ തിരൂരങ്ങാടിയും താനൂരും വള്ളിക്കുന്ന് ഉൾപ്പെടെയുള്ള സീറ്റുകൾ CPM വാഗ്ദാനം ചെയ്തു. അങ്ങനെ തുടർച്ചയായി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് വലിയ വിമർശനങ്ങൾ. ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി വീട്ടിലെത്തി കാണുകയും പിന്നീട് വൈകിട്ടോടുകൂടി, രാത്രിയോടുകൂടി പാണക്കാടെത്തി ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണി അബ്ബാസ് അലി ശിഹാബ് തങ്ങളെയും മുനവർ അലി ശിഹാബ് തങ്ങളും കണ്ടത്. അതിനുശേഷമാണ് അദ്ദേഹം ഈ ഒരു മത്സര രംഗത്തേക്കില്ല, ലീഗിൽ തുടരുമെന്നുള്ളൊരു കാര്യം പ്രഖ്യാപിച്ചത്. ഇതിനുശേഷമാണ് ആദ്യമാണ് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു നേതാവ് ഇപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ രൂക്ഷമായി വിമർശിച്ച് പരിഹസിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയത്. പ്രധാനമായി അദ്ദേഹം പറയുന്നത് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തിരൂരങ്ങാടിയിൽ ഒരു പ്രശ്നവുമില്ല. തിരൂരങ്ങാടിയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകനോ അതോടൊപ്പം തന്നെ UDF പ്രവർത്തകനോ ഒരു പ്രശ്നമോ ഒരു പരാതിയോ ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രശ്നമുണ്ടാക്കിയവർ അവർ രാത്രി വന്ന് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് തിരിച്ചുപോയത് എന്നുള്ള ഒരു പരിഹാസമാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെക്കുറിച്ച് ഇപ്പോൾ PMS സലാം സൂചിപ്പിക്കുന്നത്. പ്രധാനമായി നമുക്കറിയാം, ഒരു ദിവസം നീണ്ടുനിന്ന ഒരു അനിശ്ചിതമുണ്ടായിരുന്നു. CPMന്റെ സംസ്ഥാന നേതാക്കളടക്കം ബന്ധപ്പെട്ടു. അതോടൊപ്പം തന്നെ CPI മത്സരിച്ചിരുന്ന തിരൂരങ്ങാടി സീറ്റ് ഈ CPIയിൽ നിന്ന് CPM ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അവസാനം വൈകിട്ടോടുകൂടിയാണ്, രാത്രിയോടുകൂടിയാണ് അദ്ദേഹം പാണക്കാടെത്തി ഈ ഒരു ചർച്ച നടത്തുക. അതിനൊടുവിലാണ് അദ്ദേഹം മത്സരിക്കുന്നില്ല, CPMലേക്ക് പോകില്ല എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും പരസ്യമായി ഒരു വിമർശനം തന്നെയാണ്, ഒരു പരിഹാസം തന്നെയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്, വിമർശിച്ചിരിക്കുന്നത്. പ്രധാനമായി അബ്ദുറഹ്മാൻ രണ്ടത്താണി ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞത് പാണക്കാട് തങ്ങളോ അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയോ തന്നെ ചർച്ചയ്ക്ക് വിളിക്കണം. ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ മത്സരിക്കുന്ന കാര്യത്തിൽ നിലപാട് മാറ്റുകയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. പിന്നീട് പ്രാദേശികമായിട്ടുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ എത്തിയാണ് പിന്നീട് അദ്ദേഹം ചർച്ച നടത്തി. പിന്നീട് പാണക്കാട് എത്തി അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷനായ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെയും അതോടൊപ്പം തന്നെ മുനവർ അലി ശിഹാബ് തങ്ങളെയും കണ്ടത്. ഏതായാലും രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനവും ഒരു പരിഹാസവുമാണ് ഇപ്പോൾ PMS സലാമിന്റെ ഭാഗത്തുനിന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണിക്കെതിരെ ഉണ്ടായത്. ജിൽസി.